ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. കേരള എന്ന് പറയുന്ന ചാനൽ കൊണ്ട് നടക്കുന്ന, അതിൽ വ്യാജ വാർത്തകൾ വായിക്കുന്ന ഖാദർ കരിപ്പൊടിയെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ നിലവാരം എന്താണെന്ന് മറ്റുള്ള ജനങ്ങൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണത്. അത് ഒരുപാട് റെക്കോർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരേ ഒരു റെക്കോർഡിൽ അവൻ്റെ നിലവാരം മനസ്സിലാക്കണം. ഒരു റെക്കോർഡ് നിങ്ങൾക്ക് കേട്ടിട്ട് മനസ്സിലാക്കണം. ആ ഒരു റെക്കോർഡ് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി. ഇത്രയും ഒരു പാവപ്പെട്ട ഒരു വ്യക്തിനെ പറ്റി ഇത്രയും മോശമായിട്ട് അവരെ തെറി വിളിക്കുക എന്ന് പറഞ്ഞാൽ ഉളുപ്പില്ലാത്ത പരിപാടിയാണ്. മനസ്സിലായ? അതായത് ഓനെ പറ്റി കുറ്റം പറഞ്ഞ ഒരാളായതുകൊണ്ട് അവൻ തെറി വിളിച്ചു എന്നാണ് അവൻ അതിൽ ഉന്നയിക്കണത്. പക്ഷേ നിന്നെപ്പറ്റി കുറ്റം പറയുന്ന കേരളത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ തന്നെ നിന്നെപ്പറ്റി ഒരുപാട് ആൾക്കാരോട് പറയാറുണ്ട്. നീ എന്നെ വിളിച്ച് ചീത്ത വിളിക്ക്, വൈ നോട്ട്? എന്താ നീ വിളിക്കാത്ത? നീ എന്നെ വിളിച്ച് മതി തെറിയൊന്നും പറയുന്നില്ലല്ലോ ഖാദർ കരിപ്പൊടി. ഞാൻ ആ ഒരു വോയിസ് ആദ്യം പ്ലേ ചെയ്യാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ കേട്ട് മനസ്സിലാക്കും. ആദ്യം നിങ്ങൾ ഇപ്പം കേട്ടേക്കണത് ഏതോ ഒരു സ്ത്രീ ആയിട്ട്, അതായത് ഖാദർ കരിപ്പൊടി അടുപ്പുള്ളൊരു സ്ത്രീ ആയിട്ട്. ഖാദർ കരിപ്പൊടി എല്ലാവരും സ്ത്രീലമ്പടനാണല്ലോ, അതുകൊണ്ട് എല്ലാ സ്ത്രീനും വിളിച്ച് അവൻ ചെയ്യണ ഒരു പരിപാടിയാണ് ഈ ഒരു കാര്യം. സ്ത്രീകളെ വെച്ച് മറ്റുള്ള പുരുഷന്മാരെ വ്യാജ കേസുകൾ കൊടുത്ത് അകത്താക്കുക, അതാണ് അവൻ്റെ മെയിൻ ലക്ഷ്യം. അപ്പോൾ ആ ഒരു സ്ത്രീയാണ് ഇതിൽ സംസാരിക്കുന്നത് ആദ്യം. അപ്പം കോൺഫറൻസ് ഇട്ടതാണ് ഇപ്പം നിങ്ങൾ കേട്ടേക്കണത്. അപ്പം ഞാൻ ആദ്യം ആ സ്ത്രീയുടെ വോയിസുകൾ മൊത്തത്തിലൊന്ന് സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. നമുക്ക് വേണ്ടത് ഖാദർ കരിപ്പൊടിയുടെ വോയിസുകളാണ്. അത് ആദ്യം കേൾക്കാം. എൻ്റെ പേര് ഖാദർ കരിപ്പൊടി എന്നാണ് രാധാകൃഷ്ണ. എൻ്റെ പേര് ഖാദർ കരിപ്പൊടി എന്നാണ്. ഇവനെന്താ കള്ളു കുടിച്ചിട്ടാണോ സംസാരിക്കണേ? ഡ്രഗ്സ് അടിച്ചിട്ടാണ് ഇവൻ സംസാരിക്കണത്. അത് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. ആ വോയിസ് ടോണിലൂടെ നിങ്ങളൊന്ന് ചിന്തിക്കാദ്യം. ഇവനെന്തോ ഡ്രഗ്സ് അടിച്ചിട്ടാണ് ഈ പറയണത്. കള്ളു കുടിച്ചിട്ട് ബോധമില്ലാണ്ട് ഇങ്ങനെ കിടന്നിട്ട് ഹലോ ഞാൻ ഖാദർ കരിപ്പൊടിയാണ് എന്നുള്ള രീതിയിൽ ഡ്രഗ്സ് അടിച്ചിട്ട് ബോധമില്ലാതെയാണ് ഈ സംസാരിക്കണേ. ബാക്കിയൊക്കെ ചെറ്റ നീ നായിന്റെ അവനെ, നീ എന്നാ ചെറ്റാന്ന് വിളിക്കാൻ നീ ആര്യ? ചപ്പക്കുറ്റിയ ബാ നായിന്റെ അവനെ, ചപ്പക്കുറ്റി അടിച്ചു പൊടിക്കുക. ബാ നീ ചപ്പക്കുറ്റി അടിക്കാൻ ബാ. നീ ഇതെന്റെ പെങ്ങളെ മോളാ. തൊലി വെളുപ്പില്ല പെണ്ണിനെ കാണുമ്പോ നിനക്ക് ആര് പറഞ്ഞു? ആരാ പറഞ്ഞു എന്നോട്? പലയാടി മോൻ നിന്റെ അപ്പൻ നായിന്റെ മോനെ. എനിക്ക് ആദ്യം കേട്ടപ്പോൾ നല്ല ചിരിയാ വന്ന കാര്യം. കാരണം ഖാദർ കരിപ്പൊടിയുടെ നിലവാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓൻ പിന്നെ 1,500 പെണ്ണുങ്ങളെ പീഡിപ്പിച്ചത് ഉള്ള കാര്യമാണ്, സത്യസന്ധമായ കാര്യമാണ്. ഒരുപാട് ഗേൾസിനെ പീഡിപ്പിച്ചിട്ടുണ്ട്. അത് എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ഗേൾസ് വന്നിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ ആ സമയത്ത് അതിനെ പറ്റിയിട്ടൊന്നും വീഡിയോ ഇട്ടിട്ടില്ല. അതാണ് ഇനി വന്ന ഞാൻ വീഡിയോ. അതായത് ഈ വീഡിയോയിൽ ഇവനെപ്പറ്റി എന്തോ മോശമായിട്ട് പറഞ്ഞെന്നുള്ള രീതിയിൽ, അതായത് മോശമായിട്ട് ചിത്രീകരിച്ചത് കൊണ്ട്, മോശമായിട്ട് എന്തോ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട്, ഫോണിലൂടെ ആയിരിക്കാം, മേ ബി ചാറ്റിലൂടെ ആയിരിക്കാം, ഐ ഡോണ്ട് നോ ദാറ്റ്. ബട്ട് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇവൻ വിളിച്ചേക്കുന്ന തെറികളാണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു കരിപ്പൊടി, നിന്നെപ്പറ്റി ഞാൻ പറയാറുണ്ട് മോശം, ഞാൻ ചിത്രീകരിക്കാറുണ്ട് നിന്നെ പറ്റിയിട്ട് ഒരുപാട്. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ നിന്നെ പറ്റിയിട്ട് ഇതേപോലെ നെഗറ്റീവ് അടിക്കാറുണ്ട്. നീ അവരൊക്കെ വിളിച്ച് തെറി വിളിച്ചോ? ഈ പാവ മനുഷ്യനെ എന്തിനാടാ നീ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യണത്? ഇത്രയും ബ്ലാക്ക് മെയിൽ ചെയ്ത ആളെ കൊല്ലുമെന്ന് വരെ നീ ഭീഷണിപ്പെടുത്തിയില്ലേ? നീ കൊല്ലും. നീ ഒരു കറണ്ട് ഓഫീസർ വന്നിട്ട് കറണ്ട് മെയിൻ സ്വിച്ച് ഊരിയിട്ട് ആ ഒരു മെയിൻ സ്വിച്ച് ഊരിയ ആളെ കാറും വെച്ച് കുത്തി കൊല്ലാൻ നോക്കിയൊരു വ്യക്തിയല്ലേ നീ? അതിനൊക്കെ വേറെ തെളിവുണ്ട്. അത് ഞാൻ പിന്നീട് ഒരുപാട് വോയിസുകളുണ്ട്, ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ ഇനിയും
കിടക്കുന്നുണ്ട് ഇതിൽ. ഖാദറിൻ്റെ തന്നെയാണ്. ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഇടാം, കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. അപ്പം നിന്നെ പറ്റിയിട്ട് മോശമായിട്ട് പബ്ലിക്കിൽ വിളിച്ച് പറഞ്ഞ ഒരു ചെക്കൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ ഒന്ന് കേൾപ്പിക്കാം. അഷ്കർ ടക്കി എന്ന് പറയുന്ന ആ ചെക്കനിട്ട വീഡിയോ, അവൻ്റെ അനുഭവമാണ് അവൻ ഇവിടെ സംസാരിക്കുന്നത്. ആദ്യം അവനിട്ട വീഡിയോ വേറെയാണ്. ആ വീഡിയോൻ്റെ തംബ്ലൈൻ ഞാൻ ഇവിടെ കൊടുക്കുക. ആ വീഡിയോ അവന് സ്കാം, അതായത് ഖാദർ കരിപ്പൊടി ചെയ്തേക്കണ സ്കാം, അത് യഥാർത്ഥ സ്കാമാണ്. ഖാദർ കരിപ്പൊടി അവൻ്റെ നേട്ടത്തിന് വേണ്ടി ചെയ്ത കാര്യമാണ്. ആ നേട്ടം കഴിഞ്ഞതിന് ശേഷം ഇവൻ അതിൻ്റെ യഥാർത്ഥ സത്യം പുറത്ത് കൊണ്ടുവന്നിട്ട് ഇവനെ പറ്റി വീഡിയോ ഇട്ടേക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ ഇവന് അതിന് ശേഷം ഇട്ടേക്കണ ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കേട്ടോ. ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന താങ്കളുടെ സംസാര ശൈലിയെയാണ് ഞാൻ അതിൽ കളിയാക്കിയിട്ടുള്ളത്. താങ്കളാണ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു സ്ഥലത്ത് പ്രസൻറ്റ് ചെയ്യുന്ന ആൾ ഖാദർ കരിപ്പൊടിയാണ്. ഖാദർ കരിപ്പൊടിയുടെ സംസാര ശൈലിയാണ് ഞാൻ അതിൽ കളിയാക്കിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് നോക്കാം. ഖാദർ കരിപ്പൊടി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു 1.5 മിനിറ്റ് എങ്ങാണ്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എടുത്ത് നോക്കാം. അതിൽ ഖാദർ കരിപ്പൊടിയോ ആ ഖാദർ കരിപ്പൊടിയുടെ കൂടെയുള്ള ആളോ അസുഖത്തിനെ കുറിച്ചൊന്നും അതിൽ പറയുന്നില്ല. അദ്ദേഹത്തിന് 2 കോടി രൂപ കടമുണ്ട്, അത് മാത്രമേ പറയുന്നുള്ളൂ. പച്ചക്കള്ളങ്ങൾ പറഞ്ഞിട്ട് ഒരു വാദം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നാണമില്ലേ ഖാദർ കരിപ്പൊടി? നിങ്ങൾക്ക് നാണമില്ലേ? അന്തസ്സായിട്ട് ഫാക്റ്റും ഡാറ്റയും ബേസ് ചെയ്തിട്ടുള്ള വാദങ്ങൾ മുമ്പോട്ട് വെക്ക്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ലോജിക്കാണ് മാനുള്ളത്? എന്ത് ലോജിക്കാണുള്ളത്? ഇത്രയും കള്ളം പറയുന്ന, ഇത്രയും അധാർമികമായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളാണോ കേരള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു സംഘടന തുടങ്ങിയതും അതിൻ്റെ തലപ്പത്ത് പോയിട്ട് പ്രസിഡൻ്റാന്ന് പറഞ്ഞ് നിൽക്കുന്നതും? നാണമാകുന്നില്ലേ നിങ്ങൾക്ക് ആ സ്ഥാനത്തിരിക്കാൻ വേണ്ടിയിട്ട്? നാണമാകുന്നില്ലേ? ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറണം നിങ്ങൾ. ഇത്രയും കളവ് പറയുന്ന, ഇത്രയും വിവരക്കേട് വിളിച്ച് പറയുന്ന നിങ്ങൾക്കുള്ളതല്ല ആ ഒരു സ്ഥാനം. ഇനി ആരാണ് ആ ക്യാൻസർ പിടിപെട്ടിട്ടുള്ള ആ ഒരു വ്യക്തിയെ അപമാനിച്ചത്? ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയോ ഒരു കഥകൾ, ഒരുപാട് കഥകൾ. ഖാദർ കരിപ്പൊടി അവൻ്റേതായ നേട്ടത്തിന്, അവന് ഫണ്ട് കിട്ടാൻ, പണം കിട്ടാൻ യൂട്യൂബിൽ പല ആളി ജീവിതം വെച്ച് അവൻ കളിച്ചിട്ടുണ്ട്. ഒരുപാട് കളിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും ഭാവി അവൻ ചിന്തിക്കുന്നില്ല. അവൻ്റെ ഫ്യൂച്ചർ അവൻ ചിന്തിക്കുന്നില്ല. പഠിച്ച റബ്ബ്, മേലായ റബ്ബ് ഈ ദുനിയാവിലുണ്ടെങ്കിൽ അതിനൊരു കർമ്മ തിരിച്ചു കൊടുക്കും എന്നുള്ളത് സത്യമല്ലേ? അവൻ എത്ര ആളെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. ഈവൻ അഷ്കർ ടെക്കിനെ പറയുന്നത്, നാണുണ്ടോടാ നിനക്ക്, ഉളുപ്പുണ്ടോടാ നിനക്ക്, ഉളുപ്പുണ്ടോ നിനക്ക് വ്യാജ വാർത്തകൾ വായിക്കാൻ എന്നുള്ള രീതിയിൽ അഷ്കർ ടെക്കിൻ്റെ ആ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ 2 വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. നാണമുണ്ടോ നിനക്ക് വ്യാജ വാർത്തകൾ വായിക്കാനും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിർമ്മിച്ച് ക്രിയേറ്റ് ചെയ്ത് ഒരു മനുഷ്യൻ്റെ ജീവിതം നശിപ്പിക്കാൻ നിനക്ക് നാണമില്ല, ഉളുപ്പില്ല. നീ സ്വന്തം ഭാര്യേനെ വരെ വേണമെങ്കിൽ വിറ്റ് ജീവിക്കും. അതാണ് നിൻ്റെ നിലവാരം. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ നിൻ്റെ കുറേ കൂടെയുള്ള കഞ്ചാവിൽ ദുബായിൽ വരെ കേസിൽ അകപ്പെട്ട് കിടക്കുന്ന വ്യക്തികൾ വേണമെങ്കിൽ ഞാൻ തെളിയിച്ച് തരട്ടെ. നിൻ്റെ കൂടെ നടക്കുന്ന ആൾ കഞ്ചാവിൽ പ്രതിയായി കേസിൽ ദുബായ് ജയിലിൽ കിടന്നിരിക്കുന്ന ആളുണ്ട് നിൻ്റെ കൂടെ നടക്കണേ. അവരൊന്നും നീ ഡ്രഗ്സിൽ അടിമപ്പെടുത്താതെ, നീ എന്നെ ഒരു വ്യാജ ഡ്രഗ്സിൽ അടിമപ്പെടുത്തിയിട്ട് എന്നെയും ഷാലു എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ മാത്രം എനിക്ക് കോണ്ടാക്റ്റുള്ള ഒരു വ്യക്തിയുണ്ട്, ഷാലു. ആ ഷാലു എന്ന് പറയുന്ന ചെക്കനെയും എന്നെയും പറ്റി നീ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത്? ഞാനും അവനും തമ്മിൽ ഡ്രഗ്സ് ഡീലിംഗ് ആണ്, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഭയങ്കര കോണ്ടാക്റ്റ് ആണ് എന്നൊക്കെ നീ ഒരുപാട് പറഞ്ഞ് വ്യാജ വാർത്തകൾ വായിച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, ജനങ്ങൾ കണ്ടിട്ടുണ്ടത്. അതിൻ്റെ ഒരു മറുപടി നിനക്കിപ്പം ഞാൻ തരാം. ഞാൻ ഷാലുവിനെ കോണ്ടാക്ട് ചെയ്ത് വിളിച്ച് സംസാരിക്കണം ഒരു വോയിസ് റെക്കോർഡ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. അതൊന്ന് കേൾക്കണം. റീസൺലി ഫ്രോഡ് എന്ന് അറിയുന്ന ഈ ഖാദർ കരിപ്പൊടി നമ്മളെ പറ്റിയിട്ട് അറിയാലോ. ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഞാനും ഈ തമ്മിൽ കണ്ട് ബന്ധമുണ്ട്, നമ്മളങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടല്ലേ? ഡ്രഗ്സ് ഡീലറാണ്. നമ്മൾ നേരിട്ട് ഭയങ്കര കോണ്ടാക്ട്, ഭയങ്കര പരിചയമുള്ള ആൾക്കാരാണ്. നമ്മൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടുണ്ടോ?
ഞാൻ ഇന്റെ ഇതുവരെ അതല്ലല്ലോ സഫരോട് ഞാൻ ചോദിച്ചു, ഞാൻ ഇതുവരെ എന്നെ കൈയിട്ട് കണ്ടിട്ടുണ്ടോ? എന്നെയോ സഫേനെയോ എന്റെ ഭാര്യയോ ആരും നീ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല, പരിചയമില്ല. ഞാൻ നമ്മൾ ഞാൻ ഫോണിലൂടെ ഞാൻ ഒരു എന്റെ ബന്ധം മാത്രം ആണോ മരണ അല്ലയോ? ഞാൻ എന്റെ മരണപ്പെട്ടു പോയ മുൻ റിഫ ആണെങ്കിലും ഈ ഖാദർ ആണെങ്കിലും അതേപോലെ അന്നയാണെങ്കിലും കണ്ടിട്ടില്ല. അതേപോലെ കണ്ടിട്ടില്ല. തന്നെ നമ്മള് ഡ്രഗ്സ് ഡീലർ ആണ് എന്നുള്ള രീതിയിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യാജ ആ. വാർത്തകൾ വായിച്ചിട്ടുണ്ടായി. അത് അവന്റെ സ്കീമാടാ. അവനെതിരെ ഓക്കെ, സംസാരിക്കുന്നവരൊക്കെ അപ്പൊ ആ അതിൽ എനിക്ക് ടീമിൽ വരുന്നതാ. പറയാനുള്ളത്, നമ്മൾ ഇതുവരെ എന്തെങ്കിലും ഒരു ഡ്രഗ്സിനെ പറ്റി, ഒരു സിഗരറ്റ് വലിക്കുന്ന കാര്യം വരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. എന്നിട്ട് അവൻ അങ്ങനെ പറയേണ്ട ആ ഒരു നിലവാരം, അതിനെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? ഇനി അവനക്ക് എന്ത് നിലവാരാണ്, അവനക്ക് എന്ത് നിലപാടാണ്? അവന്റെ സ്കീം ജയിക്കാൻ വേണ്ടി എന്ത് നുണ വേണമെങ്കിലും പടച്ചിറക്കും. പറഞ്ഞുണ്ടാക്കും. പിന്നെ ഞാൻ അതുകൊണ്ടല്ലേ വേഗം പോയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ലിസ്റ്റ് ഉണ്ടാക്കി കൈ പിടിച്ചത്. ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അപ്പൊ ഒരു അലിഗേഷൻ വന്ന് നമ്മളപ്പോ അത് തെളിയിക്കണല്ലോ. നിന്റെ സ്വന്തം കാമുകിനെ വെച്ചിട്ട് വരെ നിന്നെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവളായിട്ടുള്ള ബന്ധം പിടിച്ചതല്ല ആ വീഡിയോ കോള്. അതെ. രണ്ടാമത്തെ കാര്യം, അവന്റെ കൂടെ അവനെ ഈ ഒരു പാർട്ടി ബേസിൽ കൊണ്ടുവന്ന നോഫൽ ഉളിയത്തെടുക്ക എന്ന് പറയണ ആ ഒരു വ്യക്തിന്റെ ഭാര്യനെ വരെ അവൻ ഒരുപാട് യൂസ് ചെയ്ത് ആ ഒരു വ്യക്തിനെ ജയിലിൽ അത് ഞാൻ കടത്തിയിട്ടുണ്ട്, അറിഞ്ഞു. കള്ളക്കേസ് കൊടുത്തിട്ട്. അത് ഞാൻ അറിഞ്ഞു. മയക്കുമരുന്ന് കേസ് പെടുത്തിയതിനു ശേഷം ഭാര്യനെ തേടി രാത്രി പോയിട്ട് പിടിച്ച് പ്രശ്നമായതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആ, അപ്പൊ അത്രയും നിലവാരമില്ലാത്തൊരു വ്യക്തി മറ്റുള്ളവരുടെ മുന്നിൽ എടാ ഭയങ്കര രീതിയിൽ, നല്ല രീതിയിൽ നല്ലൊരു മനുഷ്യനായി ചമഞ്ഞ് അവൻ സ്വയം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക, സ്വയം സന്തോഷ് പണ്ഡിറ്റിനെ പോലെ. അവന്റെ കമന്റ് ബോക്സ് കണ്ടിട്ടുണ്ട്. അതിന്റെ കമന്റ് ബോക്സിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ കാണാം. ഞാൻ അവന്റെ ഒരു മയിലും കാണാൻ പോയില്ല, ഉള്ള പറയാലോ. എന്ത് സുന്ദരനാണ് കാണാൻ. ഏത് പെണ്ണ് കണ്ടാലും ആഗ്രഹം. ഇതാണ് ഫുള്ള് ഇടുന്നത് ഫേക്ക് അത് ആയിട്ട്. ഓന് എത്ര പെൺപിള്ളേരുടെ ഇതേപോലെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടും ഇങ്ങനെ കൂടെ കൊണ്ടിറക്കാം, എത്ര കാലം ഇങ്ങനെ കൊണ്ടിറക്കാൻ പറ്റും? അവന്റെ നാട്ടിലുള്ള തുളസി എന്ന് പറഞ്ഞ പെണ്ണിനെ ഓൻ കൊണ്ടുനടന്നിട്ട് ആ പെണ്ണ് ആ പെണ്ണിനല്ല ഇപ്പം എന്താണ് ആ നിഖിൽ എന്ന് പറഞ്ഞ ഒരു വക്കീലിനെതിരെ കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. പെണ്ണിനെ വെച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കള്ളക്കേസ് കൊടുക്കുന്ന ഒരിക്കലും ആണത്തല്ല. ഒന്നിക്കൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്ത് അവന് നമ്മൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവന് എന്ത് ഉത്തരാണോ തരിക? അതൊന്നും ആലോചിക്കും. കാരണം ഓന് പെണ്ണിന്റെ സ്വഭാവമാണ്. ഓന് പെൺപിള്ളേരെ കളിക്കാൻ നടക്കുക, എന്നിട്ട് അവര് ഒഴിവാകുന്ന അറിയുമ്പോ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൂടെ കൂട്ടുക. ഇതൊന്നും അവന്റെ വൈഫ് അറിയുന്നില്ലേന്ന് എന്റെ ഒരു സംശയം. അവന്റെ വൈഫ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നില്ല, അതാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ്. അവന്റെ വൈഫിന് സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ്ബുക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ഏതോ കാലം അവരുടെ ഡ്രൈവ് ചെയ്ത് ഓടിയിട്ടുണ്ടാവും ആള് വരുമ്പോ അവർക്ക്. ഇത്രയും വലിയ ഈ പെണ്ണിനോട് ഇപ്പം ഫ്രോഡാണ്. പറഞ്ഞേ ഇത് AI വീഡിയോ ആണ്, ഹണി ട്രാപ്പ് ആണ്. അതായത് അവന്റെ കുൽസിത വീഡിയോ ഉണ്ടല്ലോ, അവൻ ആദ്യം അത് ഹണി ട്രാപ്പ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഇത്രയും നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് തരും, ഇങ്ങനെ വായോട് നക്കണതും പിടിക്കണതും ഊമ്പിടതും കുണ്ണ കാണിച്ചിരുന്നൊക്കെ നല്ല പാകിന് കാണിച്ചു തരും. ഇപ്പൊ ബാച്ചയുടെ വീഡിയോ പുറത്തിട്ടപ്പോഴും പറഞ്ഞ AI വീഡിയോ ആണെന്നല്ലേ പറയണ. ആ വോയിസുകൾ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടു എന്ന് വിചാരിക്കണ്. അതിന്റെ ലിങ്ക് നിങ്ങൾ ആദ്യം കേൾക്കുക. അവൻ തന്നെ മനസ്സിലായിട്ടുണ്ട്. അവൻ ഒരുപാട് ഇല്ലാ കഥകളാണ് സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയണത്, പ്രചരിപ്പിക്കണത് എന്നുള്ളത്. പക്ഷെ അതേപോലെ തന്നെ എന്നെയും വേറൊരു ഷാലു എന്ന് പറയുന്ന വോയിസ് ടെക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജുള്ള യൂട്യൂബറായ ഒരു വ്യക്തിനെ പറ്റിയിട്ടും എന്നെ അവനും ഡ്രഗ്സ് ഡീലർ ആക്കിയിട്ടുണ്ട്. അവനെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ തമ്മിൽ ഡ്രഗ്സിൻ്റെ കാര്യം ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഒന്നും ഒരു സിഗരറ്റ് വലിക്കുന്ന കാര്യം വരെ നമ്മൾ തമ്മിൽ ഒരു ടച്ചില്ല. നമ്മൾ അങ്ങനത്തെ കാര്യം സംസാരിച്ചില്ല. അങ്ങനത്തെ ഒരാളെ പറ്റി ഇവൻ പറഞ്ഞേക്കണ ഒരു കാര്യമുണ്ട്, നമ്മൾ തമ്മിൽ ഡ്രഗ്സ് ഡീലറാണ്, നമ്മൾ ഡ്രഗ്സ് സെയിൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ള രീതിയിൽ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരുപാട് നെഗറ്റീവ് ചിത്രീകരിച്ചൊരു വ്യക്തിയാണത്. ഖാദർ കരിപ്പൊടിയായ ചെറ്റ ചെയ്തേക്കണ ഒരു കാര്യമാണ്. നമ്മളെ പറ്റി ഇല്ലാത്ത വ്യാജ വാർത്തകൾ വായിച്ചുണ്ടാക്കുന്ന ഖാദർ കരിപ്പൊടീനെ പോലുള്ള ആളുകളെ നമ്മളത് ക്ലിയർ ചെയ്യേണ്ട കാര്യം നമ്മളെ കടമയാണ്. ഒരുപാട് വ്യാജ വാർത്തകൾ നമ്മളെപ്പറ്റി പറയുന്നുണ്ട് ഖാദർ കരിപ്പൊടി. ഇതിലെന്തായാലും നമ്മൾക്കിനി എന്താ പറയുക, ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവന് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ മിണ്ടാതിരിക്കുന്ന പോലെ എല്ലാവരും മിണ്ടാതിരിക്കുന്ന അവൻ്റെ വിചാരം. എടാ, നീ പഠിച്ച റബ്ബ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, കള്ളും കുടിച്ചിട്ട് വേറെ ആളെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ, വെള്ളം അടിച്ച് എന്തോ ഡ്രഗ്സ് അടിച്ചിട്ട് നീ വേറെ ആളെ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ, നീ മനസ്സിലാക്കിക്കോ, ഒരു ദിവസം നിൻ്റെ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ വരാൻ കിടക്കണേ ഉള്ളൂ.
നിനക്കൊരു കുടുംബം ഉണ്ടാവേണ്ടതാണ്. ആ കുടുംബത്തിൻ്റെ മുന്നിൽ ആ കുടുംബം എങ്ങനെ ജീവിക്കേണ്ടതെന്നുള്ളത് പടച്ചോൻ്റെ കയ്യിലാണ്, നിൻ്റെ കയ്യിലല്ല. സത്യം. അതേപോലെ നീ ഇനിയും അനുഭവിക്കും. കാരണം എൻ്റെ ജീവിതം വെച്ചിട്ട് നീ ഒരുപാട് കളിച്ചിട്ടുണ്ട്. അതേപോലെ നീ ഒരുപാട് ഗേൾസിൻ്റെ ജീവിതം വെച്ച് കളിച്ചിട്ടുണ്ട്. ഒരുപാട് മനുഷ്യന്മാരുടെ ജീവിതം നീ നശിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ പ്രതികാരം ചെയ്തേ അടങ്ങൂ. ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും, നിൻ്റെ മറഞ്ഞിരിക്കണ ആ മുഖം മൂടി അഴിച്ചു മാറ്റിയിട്ട് ഈ മെഹനു അടക്കം ഇറങ്ങുള്ളൂ. അതെനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.